ീ
പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹമേറിയ നല്ല മധ്യാഹ്നം കഴിഞ്ഞ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ അനുഗ്രഹമേറിയ സെമിനാറിന്റെ രണ്ടാമത്തെ പകൽ ഉച്ച കഴിഞ്ഞ സെഷനിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം വേർതിരിച്ചു നൽകിയ നല്ല നിമിഷത്തിനായി ദൈവത്തെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമ്മുടെ ഉച്ച കഴിഞ്ഞത്തെ സെഷൻ നാം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനിലൂടെ വളരെ ശക്തമായി ഇടപെടുവാനിടയായി. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട്, നമ്മുടെ ഹൃദയങ്ങളോട് ഹൃദയമായി സംസാരിപ്പാൻ, ഹൃദയമായി ഇടപെടുവാൻ നമുക്ക് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ച് തലകളെ ദൈവസന്നിധിയിൽ വണക്കി അല്പനിമിഷം നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. അല്പനിമിഷം നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, അവന്റെ പാദപീഠത്തിൽ വീണ്ടും അടുത്തു വരുവാൻ, ദൈവിക മഹത്വം എന്ന പകലിൽ പിന്നെയും ദർശിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ആരും മൗനമായിരിക്കരുത്. അല്പനിമിഷം നാവിനെ തുറന്ന് ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്ട് നമ്മെല്ലാവരും സ്തോത്രത്തോടെ, നമ്മെല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കൊണ്ടുതോടെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ കിരൺ അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മെ സഹായിക്കുമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല മധ്യാഹ്ന നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ആദ്യത്തെ സെക്ഷൻ വളരെ അനുകൂലമായി തീരുമാനത്തോളം കർത്താവ് സഹായിച്ചു. ഈ രണ്ടാമത്തെ സെക്ഷൻ വളരെ അനുകൂലമായി തീരുമാനത്തോളം കർത്താവ് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരും സംസാരിക്കുന്ന പ്രിയ അമിദാസനെ ബലപ്പെടുത്തുന്നതോളം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെയും അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്നുള്ള നിമിഷം നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്കായി കോയറിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളോട് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എല്ലാവരും വയറുനിറച്ച് ആഹാരം കഴിച്ചു ചിന്തിക്കുന്നു. ഹല്ലേലൂയ. വയറുനിറച്ച് ആഹാരം കഴിച്ചവർ കരങ്ങളോട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചിലർ വയറുനിറച്ച് കഴിച്ചിട്ടില്ല, അത് ഹല്ലേലൂയയുടെ പവറൊക്കെ കുറയ്ക്കും. ഓക്കെ, നമുക്കൊരു പാട്ടുപാടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്റെ സമ്പത്ത്, എന്റെ ലാഭം യേശു ക്രിസ്തുവാണ്. ഒരു ക്രിസ്തു ഭക്തന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് യേശുവാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവാണ് എന്റെ ദിവ്യ സമ്പത്ത്, യേശുവാണ് എന്റെ ലാഭം എന്ന് ഉറപ്പുള്ളവർ കരങ്ങളെടുത്ത് പ്രാവശ്യം കർത്താവിന്റെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വളരെ പ്രത്യാശയുള്ള, വളരെ അർത്ഥമുള്ള, സന്ദേശമുള്ള ഒരു പഴയ ഗാനം പാടി നമ്മുടെ കർത്താവിന്റെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല
ഞങ്ങൾക്കുള്ള സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കായി കണ്ടിടത്തിൽ വന്നത് നീയല്ലോ ഞങ്ങൾക്കായി കണ്ടിടത്തിൽ വന്നത് ഞങ്ങളുടെ പാവമല്ല വേണ്ടത് ഞങ്ങളുടെ പാവമല്ല വേണ്ടത് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാമില്ല ഭൂമി ആശ്രയിപ്പാനായി നീയല്ലാമില്ല ഭൂമി ആശ്രയിപ്പാനായി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്ന ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്ന ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കുവന്നവൻ എന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കുവന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ നഷ്ടമാവിലും ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ നഷ്ടമാവിലും ലോകത്താനിത്യം കുറിച്ചിടും പൊട്ടേശുവേ ലോകത്താനിത്യം കുറിച്ചിടും പൊട്ടേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനായി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നിത്യജീവമൊഴികൾ എന്നിലുണ്ടോ താരേ നിത്യജീവമൊഴികൾ എന്നിലുണ്ടോ താരേ നിന്നെ വിട്ടിട്ടാടി എങ്ങോട്ടെങ്ങുപോയി വസിക്കും നിന്നെ വിട്ടിട്ടാടി എങ്ങോട്ടെങ്ങുപോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാം നഷ്ടമാകും ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാം നഷ്ടമാകും ലോകത്താനിത്യം കുറിച്ചിടും പൊട്ടേശുവേ ലോകത്താനിത്യം കുറിച്ചിടും പൊട്ടേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ അമ്മോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു അമ്മോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കുവന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കുവന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി നീയല്ലാതില്ല ഭൂമിയിലാശ്രയിപ്പാനായി
ഞങ്ങൾക്കുള്ള സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്ത് യേശുവേ. കർത്താവാണ് നമ്മുടെ സമ്പത്ത്. പാട്ടുകാരൻ പാടിയത് എങ്ങനെയാണ്? ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാണ്, ലോകക്കാർ നിന്റെ ദൃഷ്ടിയിലും നീയല്ലോ എന്റെ സമ്പത്ത്. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? പത്രോസ് പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? പോകാൻ ഇടമില്ല, പോകാനുള്ള ഇടമൊക്കെ വിട്ടേച്ചാവുന്നത്. നിത്യ ജീവന്റെ വചനം നിന്റെ പക്കൽ ഉണ്ട്. യേശുവിനോട് കൂടുതൽ വന്നവരും അപ്പം കഴിച്ചവരും മീൻ ഭക്ഷിച്ചവരും ഉപദേശം പറഞ്ഞപ്പോൾ വചനത്തിന്റെ സത്യം പറഞ്ഞപ്പോൾ പിന്നെ സഞ്ചരിച്ചില്ല, യേശുവിനെ വിട്ട് പോയിക്കളഞ്ഞു. ശിഷ്യന്മാരുടെ യേശു ചോദിക്കുകയാണ്, പോകാം മനസ്സുണ്ടോ? പത്രോസ് പറയുകയാണ്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? കർത്താവിനോട് നമ്മൾ എവിടെ പോകും? അങ്ങനെയെങ്കിൽ കർത്താവല്ലേ നമ്മുടെ സമ്പത്ത്. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുമ്പോഴേ കർത്താവ് നമ്മുടെ സമ്പത്ത് നല്ലെന്ന് തോന്നും. ഹല്ലേലൂയ. നമ്മൾ കരങ്ങളിൽ കർത്താവ് സ്വാതന്ത്ര്യമാണ്. നിത്യ ജീവാമൂടികൾ നിന്നിലുണ്ടു പരനെ, നിത്യ ജീവാമൂടികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങുപോയി വാസി. നെഞ്ചത്ത് കൈവച്ച് പാടാവും. ആത്മാർത്ഥതയോടെ ഉള്ളിൽ തട്ടി പാടാൻ പറ്റുമോ? ഇത് സമർപ്പിച്ച് പാടാൻ പറ്റുമോ? കർത്താവേ, നിന്നെ വിട്ട് ഞാൻ സംഗീതകാലം പറഞ്ഞു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നിത്യ ജീവാമൊഴികൾ നിന്നിലുണ്ട് പരമേ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങുപോയി വാസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങുപോയി വാസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷത്തിനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കണ്ണുകളെ അടയ്ക്കാം, തലകളെ ദൈവസന്നിധിയിൽ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരു വേള വേർതിരിക്കാം. ഉച്ച കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥനയോടെ ആരാധനയോടെ കർത്താവിന്റെ സന്നിധിയോട് അടുത്ത് വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും നമ്മോട് സംസാരിപ്പാൻ, ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും നമ്മോട് ഇടപെടുവാൻ, ദൈവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ, അവൻ ജീവന്റെ വചനം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഉദ്ഘാടനം ചെയ്തു. ഈ സെമിനാറിന്റെ 2ാം ദിവസം ഉച്ച കഴിഞ്ഞത്തെ സെഷനിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സകല കൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചു. കടന്നുപോയ 3 സെഷനുകളിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ആഗ്രഹത്തോടും കടന്നു വന്ന ഓരോ പ്രിയമുള്ളവരോടും ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി സംസാരിച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ അങ്ങനെയെങ്കിൽ തുടർന്നുള്ളതായ നിമിഷങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം.
തുടർന്നുള്ള നിമിഷം നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് നമുക്ക് സുപരിചിതനായിരിക്കുന്ന ദൈവദാസനാണ്. ദൈവദാസന്റെ ഹൃദയത്തിൽ അങ്കുരിച്ചതായ ഒരു ചിന്തയുടെ പരിസമാപ്തിയാണ് ഈ 3 ദിവസത്തെ സെമിനാർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ദർശനത്തിന്റെ അല്ലെങ്കിൽ കാഴ്ചപ്പാടിന്റെ പരിണിത ഫലമായിട്ടാണ് നമുക്കിങ്ങനെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കൂടി വരുവാനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവസരമുണ്ടായത്. ആ ദൈവദാസനെ ഓർത്ത് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ദൈവമായ കർത്താവ് പ്രിയദാസനെ വളരെയധികം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്തൃദാസൻ ശുശ്രൂഷിക്കുന്ന ഈ സെഷനിൽ അധ്യക്ഷപദം അലങ്കരിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് നൽകിയ ഈ ധന്യമുഹൂർത്തത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദരണീയരും ബഹുമാനീയരുമായിരിക്കുന്ന ദൈവദാസന്മാർ വേദിയിലും സദസ്സിലുമുണ്ടല്ലോ. എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും കുഞ്ഞുങ്ങളെയും സഹോദരി സഹോദരന്മാരെയും ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവിക നിയോഗത്താൽ ഗാന ശുശ്രൂഷ നയിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ വളരെ കൃത്യതയോടെ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് നൽകിയ പരിജ്ഞാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമമഹത്വത്തിനായി പിന്നെയും ദൈവം നിങ്ങളെ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുവാനും ഞാൻ വാക്കുകൾ വിനിയോഗിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹീതനായിരിക്കുന്ന കർത്തൃദാസൻ, സുവിശേഷകനായിരിക്കുന്ന ഷൈജ് ബ്രദറെ വളരെ പ്രാർത്ഥനയോടെ വളരെ സ്നേഹത്തോടെ തുടർന്നുള്ള നിമിഷങ്ങളിലെ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും കരമടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ മീറ്റിംഗിന്റെ പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ഇവിടെ എല്ലാവരും കർത്താവിന്റെ രാജ്യത്തിൽ നമ്മുടെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇല്ല എങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ കൃപയാണ് ഈ മീറ്റിംഗിന്റെ ആരംഭ നിമിഷം മുതൽ ഹല്ലേലൂയ വലിയൊരു തിക് അനോയിന്റിങ്ങിനെ ഞാൻ എന്റെ വ്യക്തിപരമായി അനുഭവിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഈ ദേശത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്യുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ നമ്മോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ഓരോ ചർച്ചുകളും ഓരോ സഭകളും ഈ ദിവസം മുതൽ നമ്മൾ വിശ്വസിക്കണം, വലിയൊരു കവിഞ്ഞൊഴുക്ക് ഈ ദേശത്ത് സംഭവിക്കും. ഹല്ലേലൂയ. ഈ മീറ്റിംഗിനെ കുറിച്ച് ദൈവദാസനോട് മാത്യു പാസ്റ്ററോട് ഷെയർ ചെയ്ത നിമിഷം മുതൽ ഞാൻ ഒന്നും പിന്നെ അറിയത്തില്ല. ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി ക്രമീകരിച്ചത് ദൈവദാസനാണ്. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ദൈവദാസനോടൊപ്പം സഹകരിച്ച എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കളോടും പ്രത്യേക ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ്. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീമിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കൂട്ടായ ഒരു പ്രവൃത്തിയാണ് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ചവർ അന്യഭാഷയിൽ ഒന്ന് അധരം തുറന്ന് പ്രാർത്ഥിച്ചു.
Rikalaraba Shante Rikalaraba Rante Ripalaraba Shaturiantaraba Rikoloromo Shante Liantaraba Risaparaba Shante Liantaraba Ripalaraba Shataraba Rante Lerekebe Shataraba Rikoloromo Shante Liantarebe Rikalaraba Shataraba Rikalaraba Shati Liantare Rikalaraba Shataraba എല്ലാവരും അതിനെ തുറന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഞാൻ വന്നതുപോലെ ഇവിടുന്ന് മടങ്ങത്തില്ല, ഞാൻ വന്നതുപോലെ ഈ ഹോള് വിട്ട് ഞാൻ പുറത്തു പോകത്തില്ല. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിന് വലിയത് ചെയ്യും എന്ന വിശ്വാസത്തോടെ എന്നൊരാഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഞാനിനി ഹല്ലേലൂയ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കത്തില്ല. ഇന്നു മുതൽ എന്റെ പ്രാർത്ഥന, ഇന്നു മുതൽ എന്റെ ആത്മീയ ജീവിതം, ഇന്നു മുതൽ എന്റെ സ്വഭാവം, ദൈവത്തോടുള്ള ബന്ധം ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കത്തില്ല. പുതിയതൊന്ന് ഇന്നു പകൽ പരിശുദ്ധാത്മാവ് എന്റെ മേൽ പകരണമേ. യോവേൽ പ്രവചനത്തിൽ അന്ത്യകാലത്തേക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത പിന്മഴയുടെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ തലമുറകളിലേക്ക് അത് പെയ്തിറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് പെയ്തിറങ്ങട്ടെ. ലോകത്തിന്റെ അറ്റത്തോളം പോയി അങ്ങനെ സാക്ഷിയായി തീരേണ്ടതിന് അതിധൈര്യത്തോടെ ദൈവത്തിന്റെ വചനത്തെ പ്രഖ്യാപിക്കേണ്ടതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ ലോകത്തിന്റെ ദൈവമെന്നും ഈ ലോകത്തിന്റെ പ്രഭുവെന്നൊക്കെ വാതുവിളിച്ച് വെല്ലുവിളിക്കുന്ന ശക്തിയെ ഇന്നു പകൽ ഹല്ലേലൂയ എന്റെ ജനം ആർപ്പിട്ടപ്പോൾ എരിഹോ മതിൽ വീണതുപോലെ ഇന്നു പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദേശത്തെ കീഴടക്കി വെച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ കോട്ടകളും പകരട്ടെ, യേശുവിന്റെ നാമത്തിൽ പകരട്ടെ. തന്റെ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ, തന്റെ ജനത്തെ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ കടന്നു നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് കീഴടങ്ങട്ടെ. തന്റെ ജനത്തിനെതിരെ ദൈവവചനത്തിനെതിരെ സ്പിരിറ്റുകൾ തന്റെ ജനത്തെ പീഡിപ്പിക്കുന്ന, തന്റെ ജനത്തെ അടിമത്തത്തിൽ നിർത്തിയിരിക്കുന്ന എല്ലാ പരമോന്യ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പകരട്ടെ. തന്റെ മക്കളെ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന തന്റെ ജനത്തെ, തന്റെ ദാസന്മാരെ വീഴിക്കുന്ന, കൊന്നുകളയുന്ന എല്ലാ ഇസ്രായേലിയ സ്പിരിറ്റുകളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പകരട്ടെ. എല്ലാവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാ ഇസ്രായേലിയ സ്പിരിറ്റുകളും തന്റെ ജനത്തെ തെറ്റിക്കുന്ന, തന്റെ ജനത്തിന്റെ ആത്മീയതയെ കൊന്നുകളയുന്ന എല്ലാ ഇസ്രായേലിയ സ്പിരിറ്റുകളും ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ പകരട്ടെ. തന്റെ ജനത്തിനു വേണ്ടി ലഭിക്കേണ്ട നന്മകളെ പിടിച്ചുവെച്ച, തന്റെ ജനത്തിന്റെ അധ്വാനങ്ങളെ കഥാവാക്കി കളയുന്ന ലാഭാന്റെ സ്പിരിറ്റുകൾ ഇന്നുവരെ കലരട്ടെ. വർഷങ്ങളെ മോഷ്ടിക്കുന്ന ശുശ്രൂഷയിൽ കയറാൻ കഴിയാതെ, കുടുംബത്തിൽ സമാധാനത്തെ കൊണ്ടുവരാൻ കഴിയാതെ നന്മകളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന എല്ലാ ലാഭാന്റെ സ്പിരിറ്റുകളും ഇന്നു മകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. എല്ലാവരും ശബ്ദമുയർത്തി അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുവിന്റെ കോട്ടകൾ തകരുകയാണ്, അവന്റെ തന്ത്രങ്ങൾ തകരുകയാണ്, അവന്റെ പേര് നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
നീ ഭയപ്പെടുത്താൻ പോകുകയാണ്. നിന്നെ ഭയപ്പെടുത്തിയതിനെ നീ ഭയപ്പെടുത്താൻ പോകുകയാണ്. നിന്നെ കീഴടക്കിയതിനെ നീ കീഴടക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പുതിയ ബലമുള്ള ജനത്തിന്റെ മേൽ പകരണമേ. പുതിയ ശക്തി ഇന്ന് ജനത്തിന്റെ മേൽ പകരണമേ. പുതു വീര് ഇന്ന് ജനത്തിന്റെ മേൽ പകരണമേ. ഗർജിക്കുവാൻ തുടങ്ങട്ടെ. ഗർജിക്കുവാൻ തുടങ്ങട്ടെ. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അഗ്നിയായ ലോകങ്ങൾ വിറക്കട്ടെ. സാത്താന്യ ലോകങ്ങൾ വിറക്കട്ടെ. ഇരുട്ടുകൾ വിറക്കട്ടെ. നിന്റെ ഭവനത്തിൽ നിന്ന് യഹൂദ ഗോത്രത്തിന്റെ സിംഹം അലറട്ടെ. നിന്റെ ശബ്ദം പുറപ്പെടുന്നു. ഓ ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറട്ടെ. ദേശത്ത് വലിയവർ വെളിച്ചം വരട്ടെ. ദേശത്ത് വലിയവർ വെളിച്ചം വരട്ടെ. ഇരുട്ടുമാറി ഇരുട്ടുമാറി ദൈവത്തിന്റെ പ്രകാശം ദൈവത്തിന്റെ പ്രകാശം ഇരുട്ടിൽ നിന്ന് വെളിച്ചം വരുന്നത് പോലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ പ്രകാശിക്കട്ടെ. എല്ലാവരും ആത്മാവിൽ എഴുന്നേറ്റ്. എല്ലാവരും ആത്മാവിൽ എഴുന്നേറ്റ്. തന്റെ ആദരം തുറന്ന് ഹല്ലേലൂയ. നീ മിണ്ടാതിരുന്നാൽ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന നിന്നെ പേടിപ്പിക്കുവാൻ ശ്രമിക്കുന്നവൻ അവൻ വാഴും. എന്നാൽ നിന്റെ സാധനം തുറന്നാൽ നീ എഴുന്നേറ്റാൽ ഹല്ലേലൂയ ശത്രുക്കൾ ചിതറിപ്പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട സമയമാണ്. ഇത് ദൈവം നമ്മളെ ശക്തീകരിക്കുന്ന സമയമാണ്. ഇത് ചിറകുകളടിച്ച് കഴുകിനെ പോലെ ചിറകടിച്ച് കയറുവാൻ കഴുകിനെ പോലെ ചിറകടിച്ച് കയറുവാൻ പുതിയ ചിറകുകളെ തരുന്ന സമയമാണ്. അതിനെ സ്വീകരിച്ചാട്ടെ. നിന്റെ റേഞ്ചിനെ ദൈവം മാറ്റുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ റേഞ്ചിനെ ദൈവം മാറ്റുകയാണ്. നിന്റെ ശുശ്രൂഷയുടെ റേഞ്ചിനെ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. നീ കവിളിനെ പോലെ ചിറകടിച്ച് കയറുവാൻ കവിളിനെ പോലെ ചിറകടിച്ച് കയറുവാൻ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ സാത്താന്റെ ഭീഷണിക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ കവിളിനെ പോലെ ചിറകടിച്ച് കയറുവാൻ കവിളിനെ പോലെ ചിറകടിച്ച് കയറുവാൻ യേശുവിന്റെ നാമത്തിൽ പുതിയ ചിറകുകൾ ഇന്ന് മുളക്കപ്പെടട്ടെ. ഈ ദേശത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി വ്യാപരിക്കട്ടെ. ഈ ദേശത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി വ്യാപരിക്കട്ടെ. തന്റെ ആളുകൾ തന്റെ ശബ്ദം കേൾക്കും. അവരെന്നെ അനുവദിക്കും. ഇന്ന് വരെ ഞങ്ങൾ പിന്നാലെയാണ്. ഈ ദേശത്ത് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യേശു രക്തം ചിന്തിയെങ്കിൽ ആ രക്തത്തിന്റെ അവകാശികൾ ഈ ദേശത്ത് ഏത് കോണിലും ഏത് മുഖ്യനുമുണ്ടെങ്കിലും യേശുവിന്റെ ശബ്ദം അവർ കേൾക്കട്ടെ. അവർ കർത്താവിനെ അനുഗമിക്കട്ടെ. എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കും. അവർ എന്നെ അനുഗമിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശബ്ദമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അതിരം മാറട്ടെ. കർത്താവിന്റെ അതരമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അതരമാറട്ടെ. കർത്താവിന്റെ ശബ്ദമാണ് ഓരോ വ്യക്തിയുടെ ശബ്ദം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ ഇരുട്ടും ഇന്ന് തകരട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അറുത്തുമാറട്ടെ. തകരട്ടെ. സാത്താന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. കുടുംബങ്ങളെ ചിതറിപ്പിക്കുന്ന കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന എല്ലാ
എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ അഴിഞ്ഞു മാറട്ടെ. ഹൃദയത്തെ കലക്കിക്കളയുന്ന, വചനത്തിനോടോ ദൈവത്തോടോ അടുക്കാൻ കഴിയാതെ വന്ന, ഹൃദയത്തെ കലക്കിക്കളയുന്ന സാത്താന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ ഉടഞ്ഞു മാറട്ടെ. ഓരോ വ്യക്തി ഹൃദയവും സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനം നല്ല നിലത്ത് വേണ്ട വിധുപോലെ ഇന്ന് പ്രവേശിക്കേണ്ടതിന് അങ്ങനെ ദൂതന്മാർ ഇന്ന് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തി ഹൃദയങ്ങളെ തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനകളുമായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. നമ്മെ കർത്താവിന്റെ ആയുധമായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം ഇന്ന് വരെ വന്നതുപോലെ ആരും മുന്നോട്ട് കൊണ്ടുപോകരുത്. ഞാൻ എന്നോടുകൂടിയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒരു പുതുക്കം സംഭവിക്കണം. നമ്മുടെ ദൈവം എവിടെ ഓരോ ദിവസവും പുതിയത് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പുതുമ ആഗ്രഹിക്കണം. ദൈവം ഒരിക്കലും ആത്മീയ ജീവിതം ഒരു ബോറൻ ലൈഫ് അല്ല. നമ്മളെ ഓരോ നിമിഷവും നമ്മളെ പ്രചോദിപ്പിക്കുന്ന, എക്സൈറ്റ് ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ടാ ആൾക്കാർ ലോകം വെറുക്കുന്നത്, ലോകത്തെ ഇഷ്ടപ്പെടാത്തത്. കാരണം അതിലും വലിയ സന്തോഷം, അതിലും വലിയ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. ഇത് ആസ്വദിക്കാത്ത വ്യക്തിക്കാണ് ആത്മീയ ജീവിതം വളരെ ബോറായിത്തീരുന്നത്. ഞാൻ 18 വർഷമായി ഈ കർത്താവിനെ കണ്ടിട്ട്, എന്നാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ ദിവസവും ദൈവം ഓരോ ദിവസവും എക്സൈറ്റഡ് ആക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രചോദനമാണ് ദൈവത്തിന്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ഒരുപക്ഷെ കുറച്ച് കൂടുതൽ ഞാൻ ചില കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നാണ്. പക്ഷെ ഈ കഷ്ടങ്ങളൊന്നും എന്നെ തൊട്ടിട്ടില്ല. ഹല്ലേലൂയ. ഈ പ്രതിസന്ധികളൊന്നും തൊട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവം പ്രശ്നം വരത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പ്രശ്നങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് കർത്താവ് നമ്മോട് പ്രോമിസ് ചെയ്ത വേർഡാണ്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും പോലെ ഭയപ്പെട്ട് അധൈര്യപ്പെട്ടിരിക്കാനല്ല ദൈവം പറയുന്നത്. നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിലുള്ളവരെക്കാൾ ബലവാനായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുക. ഈ ലോകത്തെ ജയിച്ചവൻ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ദുഃഖിക്കണോ സന്തോഷിക്കണോ? സന്തോഷിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെയുള്ള കൺവെൻഷന്റെ ഹെഡിങ് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഹാർട്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. പലപ്പോഴും പലരും തിരിച്ചറിയാത്ത ഒന്നാണ് ദൈവത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് സ്നേഹമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ എല്ലാത്തിനും ദൈവം നമ്മളെ കരുതുന്നു, നമ്മളെ വഴി നടത്തുന്നു. ദൈവത്തിന്റെ നന്മ പ്രാപിക്കാത്ത ആരുമില്ല. ദൈവത്തെ ഒരിക്കലെങ്കിലും തിരിച്ചറിയാത്ത ആരും ഈ ഹോളിലില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചിന്ത, നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ ദൈവത്തിനടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ ലിസ്റ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിനടുത്തേക്ക് പോകുന്നത്. കാരണം നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന കുറെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നത്തിന് പരിഹാരകരായിട്ട് മാത്രമേ നമ്മൾ ദൈവത്തെ കാണുന്നുള്ളൂ. തീർച്ചയായും ദൈവം നമ്മളെ പ്രശ്നങ്ങളെ പരിഹരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്ത വാക്യം അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കും. എന്നാൽ ആത്മാക്കൾക്കെന്നാണ് മലയാളത്തിൽ കാണുന്നത്, പക്ഷെ അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ സോൾ എന്നാണ്. നിന്റെ ദേഹിക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ദൈവം രണ്ട് കാര്യങ്ങളെ നമുക്ക് പറയാം. ഒന്ന്,
നമ്മുടെ വേദനകളെ ദൈവം എടുത്ത് മാറ്റും, നമ്മുടെ ഭാരങ്ങളെ ദൈവം എടുത്ത് മാറ്റും. നീ ഭാരവും വേദനയും മാറിക്കഴിഞ്ഞാൽ നിന്റെ അടുത്ത സ്റ്റെപ്പ് നീ കർത്താവിനോട് പഠിക്കണം, കർത്താവിൽ നിന്ന് നീ സ്വീകരിക്കണം, കർത്താവിന്റെ ഹൃദയപ്രകാരം നീ ജീവിക്കണം. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം അറിയുന്നില്ല എങ്കിൽ എങ്ങനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരം നമ്മൾ ജീവിക്കും? ഹല്ലേലൂയ. നമുക്കറിയാം, ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ചത് ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ആരെയും ദൈവം വെറുതെ വിളിച്ചിട്ടില്ല. നമ്മെ വിളിച്ച ദൈവം നമ്മുടെ പ്രത്യേകമായ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മാവ് വിളിച്ചത്. ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഇന്നലെ ശുശ്രൂഷിച്ച ദേവദാസൻ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തോന്നിയ വിഷയമാണ്. ഞങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ ഇന്നലെ അവതരിപ്പിച്ച വിഷയം, നമ്മളോട് ഷെയർ ചെയ്ത വചനം, ഈ മീറ്റിംഗുമായി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്ന ദൈവികാലോചനകളാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ദേവദാസൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പ്രാർത്ഥനയെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവും എന്റെ ഉള്ളത്തിലും ഇടപെട്ടത് പ്രാർത്ഥനയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ ഒരു ആത്മാവ്, ഒരു പുതിയ പുതപ്പ് നമ്മുടെ മേൽ വീഴും. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ, ഒന്ന് ആ ദൈവത്തെ സ്തുതിച്ചേ, ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ പുതിയ റിലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കാം. എന്നാൽ ദൈവ ഹൃദയപ്രകാരമുള്ള പ്രാർത്ഥനകളുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഒന്നുകൂടി പറയാം, നമ്മളെ കുറെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. നല്ല കാര്യം, നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ കയറി പ്രാർത്ഥിപ്പാൻ ദൈവസഭ എന്ന് റെഡിയാവുന്നോ, ദൈവമക്കൾ എന്ന് റെഡിയാവുന്നോ, ആ നിമിഷം മുതൽ നമ്മളായിരിക്കുന്ന മേഖല, ദേശത്തിന്റെ ആത്മീക അന്തരീക്ഷം ചേഞ്ച് ആവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, ആത്മീകമായി സ്പിരിച്വൽ സിസ്റ്റം ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിനും ആത്മീകമായ സ്പിരിച്വൽ സിസ്റ്റം ഉണ്ട്. പൈശാചിക ലോകത്തിനും അവരുടെ ആത്മീകമായ സ്പിരിച്വൽ സിസ്റ്റം ഉണ്ട്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ രാജ്യം, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഭരണഘടനയുണ്ട്. ആ ഭരണഘടന പ്രകാരം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അതേപോലെ ഓരോ സ്റ്റേറ്റിനെയും ഭരിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഇത് ഒരു സിസ്റ്റം ഉണ്ട്. ഡിസ്ട്രിക്റ്റുകളെ ഭരിക്കാൻ വേണ്ടി ഒരു ഡിസ്ട്രിക്റ്റിനെ ഗവൺ ബോഡി ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയെ ഭരിക്കാൻ വേണ്ടി അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ വാർഡുകളെ കൺട്രോൾ ചെയ്യാൻ വാർഡ് തലത്തിൽ ഒരു സിസ്റ്റം ഉണ്ട്. ഇതേപോലെ തന്നെ ഇനി അഥവാ ചെയ്താലും അടി കൊള്ളേണ്ടി വരും. ഹല്ലേലൂയ. ഇപ്പൊ ദൈവം അങ്ങനെ അടി കൊള്ളാനല്ല. ആലോചിച്ചോക്കെ, ഒരു വാർഡ് മെമ്പർക്ക് ഒരു ഡിസ്ട്രിക്ട് കളക്ടറെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടുത്തെ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഇവിടുത്തെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? കാരണം ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ ആത്മീക റാങ്കിങ് കൂടാതെ നിന്നെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന സാത്താനെ നിനക്ക് ഒരിക്കലും തൊടാൻ പറ്റത്തില്ല. തൊട്ടാൽ വിവരം വേറെയായിരിക്കും. ഹല്ലേലൂയ. ഞാൻ അവനെ വലുതാക്കുന്നതല്ല. നമ്മുടെ ആത്മീക നിലവാരം ഉയരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആത്മീക പൈശാചിക ലോകത്തെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം ഈ കൺവെൻഷനിലൂടെ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ആത്മീക റാങ്കിങ്ങിനെ ദൈവം ഉയർത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിലാണ് നമ്മുടെ സ്പിരിച്വൽ റാങ്കിങ്ങിനെ ദൈവം ഉയർത്തുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ബ്ലോക്ക് തലത്തിൽ അധികാരമുള്ളവനെ ഒരു ഡിസ്ട്രിക്ട് തലത്തിൽ അധികാരമുള്ളവനാക്കി തീർക്കും. ഡിസ്ട്രിക്ട് തലത്തിൽ അധികാരമുള്ളവനെ ഒരു സ്റ്റേറ്റ് തലത്തിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക പരിധികളെ
നമ്മുടെ ആത്മലോകത്തെ സ്വാധീനിക്കാനുള്ള ആത്മീക റാങ്കിങ്ങിനെ ദൈവം ഉയർത്തും. അത് പ്രാർത്ഥനയിൽ മാത്രമേ ഉയർത്തുന്നുള്ളൂ. ഹല്ലേലൂയ. ഇന്നലെ ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടണം. ഹല്ലേലൂയ. ഒരു വാർഫെയർ പ്രയർ, ഒരു യുദ്ധ സമാനമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഈ ആത്മലോകത്തെ തൊടാൻ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആത്മീയമായി ഒരിക്കലും അടുത്ത തലത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ആത്മീയ യുദ്ധത്തിലേക്ക് ഇടപെടാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷേ എല്ലാവരെയും ദൈവം തെരഞ്ഞെടുക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇത് ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉറക്കമൊക്കെ വരുന്ന മൂടാണെങ്കിലും നമ്മളൊന്ന് ഒരു ബലം പ്രയോഗിക്കണം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഹല്ലേലൂയ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ദൈവം ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ആത്മീയ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമുക്കൊരു ഭാഗം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ഇവിടെ ഗിദെയോനെ കുറിച്ചും ഗിദെയോന്റെ കൂടെ യുദ്ധത്തിന് ഇറങ്ങിയ നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. എങ്കിലും പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന് മൈക്കിൽ വായിക്കാൻ പറ്റുമോ? യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. ഏതാ? 2-ാം വാക്യം വായിച്ചു. 7:2 മുതൽ. അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആരെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാലേ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി. 22,000 പേരാ? 22,000. ഓക്കെ. 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം കുടിക്കുന്നവരെ ഒക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായിക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെ വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും തങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. മതി. ഹല്ലേലൂയ. ഈ ഭാഗം പരിചയമുള്ള ഭാഗമല്ലേ? വായിച്ച ഭാഗമല്ലേ? ഹല്ലേലൂയ. ഗിദെയോനോടുകൂടെ യുദ്ധത്തിന് വേണ്ടി ഒരാവേശത്തിൽ എത്ര പേര് പുറപ്പെട്ടു? 32,000. 32,000 പേര് ഗിദെയോനോടുകൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പൊ ദൈവം പറയാണ്, ഇത്രയും ജനം എനിക്ക് യുദ്ധത്തിന് ആവശ്യമില്ല. കാരണം ഇവർക്കൊരു കുഴപ്പമുണ്ട്. അഥവാ യുദ്ധം ജയിച്ചാൽ ഇവർ പറയും, എന്റെ കൈകൊണ്ട് ഞാനിത് നേടി, അല്ലെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധം ചെയ്ത് ജയിച്ചു എന്ന് ഈ ജനം പറയും, പിറുപിറുക്കും. അതുകൊണ്ട് ഇത്രയും ജനം എനിക്ക് ആവശ്യം ഇല്ല. ഇതിൽ ഭയമുള്ളവരൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ആ ജനത്തിൽ നിന്ന് 32,000 പേര് 22,000 പേര് തിരിച്ചുപോയി. 22,000 തിരിച്ചുപോയി. ബാക്കി 10,000 പേരുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, ഈ 10,000 പേരും എനിക്ക് ആവശ്യമില്ല, അതും ആൾ കൂടുതലാണ്. ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഞാൻ ഇവരെ ഒന്ന് പരീക്ഷിച്ച്
നിനക്ക് യുദ്ധത്തിന് പറ്റിയ ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തു തരാം. അങ്ങനെ ദൈവം ഈ ജനത്തെ പരീക്ഷിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് വായിക്കുമ്പോൾ തന്നെ ഓർക്കണം, നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മെ പരീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യുദ്ധത്തിന് കൊള്ളാവോ, യുദ്ധത്തിന് ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പല പരീക്ഷകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയ 10,000 പേരിൽ ദൈവം ഒരു പരീക്ഷ നടത്തി. ഇവർക്ക് അതികഠിനമായൊരു ദാഹം. എന്താ? ഇവർക്ക് വെള്ളമില്ല, ഇവർക്ക് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. പാലശോക്കിയെ അവർ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആ യുദ്ധസ്ഥലത്ത് വെള്ളത്തിന് ദാഹം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കാം. അങ്ങനെ ആ ദാഹത്തിൽ എന്ത് ചെയ്തു? ഇവർ ഒരു നദീതീരത്ത് എത്തി, വെള്ളം കണ്ടു. വെള്ളം കണ്ട സമയത്ത് ഈ 10,000 പേര് എന്ത് ചെയ്തു? വെള്ളത്തിനടുത്തേക്ക് ഓടിച്ചെന്നു. കാരണം അതികഠിന ദാഹമാണ്. അങ്ങനെ അതിൽ 9,700 പേര് വെള്ളം കുടിച്ച രീതി എന്താ? അവരുടെ കണ്ണും മുഖമൊക്കെ വെള്ളത്തിൽ താഴ്ത്തിക്കൊണ്ട് എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. അവര് വേറെ ഒന്നും കാണുന്നില്ല. എന്നാൽ 300 പേർ വെള്ളം കുടിച്ചത് എങ്ങനെയാണ്? അവർ മുഖം മുഴുവൻ, കണ്ണ് മുഴുവൻ വെള്ളത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടല്ല, ഞാൻ വിശ്വസിക്കുന്നത് അവർ മുട്ടുകുത്തി അവരുടെ ദർശനം മറയാതെ എന്ത് ചെയ്തു? അവർ വെള്ളം കുടിച്ചു. അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഈ പോകുന്നത് യുദ്ധത്തിന് വേണ്ടിയാണ്. ഇവർ ആയുധം ധരിച്ച് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയവരാണ്. പക്ഷെ ഇവര് യാത്രക്കിടയിലാണ് ഒരു പ്രശ്നം വന്നത്, വെള്ളമില്ല. ഇവർക്ക് ദാഹം വന്നപ്പോൾ 9,700 പേര് യുദ്ധവും ആയുധവും ഒക്കെ മറന്നുപോയി. അവർ വെള്ളത്തിന്റെ പുറകെ വീണ് അതിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഇവരെ എനിക്ക് യുദ്ധത്തിന് വേണ്ട, അവരെ തിരിച്ചുവിടാൻ പറഞ്ഞു. എന്നാൽ 300 പേർ അവർക്കും വെള്ളത്തിന് ദാഹിച്ചു. പക്ഷെ അവരൊന്നും മറന്നില്ല. അവരുടെ കയ്യിൽ ആയുധവും അവർ ഇറങ്ങിയത് എന്തിനാണെന്നും അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു. അതും മറക്കാതെ അവരവരുടെ ആവശ്യം നിവർത്തിച്ചു. ഹല്ലേലൂയ. ആ 300 പേരെ കൊണ്ട് ദൈവം യുദ്ധം ജയിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് ദൈവവും നമ്മളെ ആത്മീക യുദ്ധത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. ഈ യുദ്ധത്തിനിടയിൽ ചില ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, അത്യാവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ ഈ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ മുമ്പിൽ വരുമ്പോ നിന്റെ ദൗത്യം, നിന്നെ എന്തിനു വേണ്ടി വിളിച്ചു, നീ എന്ത് വേലയാ ചെയ്യുന്നത് എന്ന് മറന്ന് നീ ആവശ്യത്തിന്റെ പുറകിൽ പോയാൽ കർത്താവ് പറയും, നിന്നെ എനിക്ക് യോഗ്യമാകത്തില്ല, നിന്നെ കൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ അനേക വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടതാ. പക്ഷെ ഏതെങ്കിലും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ആവശ്യങ്ങളും, ഇന്നലെ തന്നെ ആ ദൈവദാസൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയതാ, പക്ഷെ യാത്രയിൽ ബിസിനസ് മാറിപ്പോയി. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ ഹല്ലേലൂയ മൈൻഡ് സെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടാൻ കഴിയത്തില്ല. ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ദൈവം അവരെ ഒന്നും ഏൽപ്പിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നീ ഏത് ആവശ്യത്തിന്റെ മുമ്പിലുണ്ടെങ്കിലും നിന്റെ ദർശനം മറയാതെ, നിന്റെ കാഴ്ച മറയാതെ നീ ആവശ്യത്തെ നിവർത്തിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നീ യുദ്ധത്തിന് യോഗ്യനായി ദൈവം തിരഞ്ഞെടുക്കും. നിന്നെ ദൈവത്തിന് യോഗ്യനായി ദൈവം തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. ഇതുപോലെ മറ്റൊരാളെയും നമുക്ക് ബൈബിൾ കാണാം, യാക്കോബിനെയും ഏശാവിനെയും. ഹല്ലേലൂയ. യാക്കോബും അതിന്റെ ജെനിസിസ് 25:29 വായിക്കാം. യാക്കോബും തന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു പായസം ഉണ്ടാക്കി. തനിക്ക് തന്നെ ആഗ്രഹം വെച്ചിട്ട് ഉണ്ടാക്കിയതാ. ഹല്ലേലൂയ. എന്നാൽ ഈ ആഗ്രഹത്തെ വിറ്റ് ചില നിത്യമായതിനെ നേടാൻ യാക്കോബിന് ബുദ്ധിയുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ജ്യേഷ്ഠാവകാശമുള്ള ഏശാവിന് ആ ബുദ്ധിയില്ലായിരുന്നു. ഏശാവ് എന്ത് ചെയ്തു? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തന്റെ നിത്യമായ അവകാശത്തെ വിറ്റുകളഞ്ഞു. ഹല്ലേലൂയ. ബുദ്ധിശൂന്യത കാണിച്ചു, അതിനെ തുച്ഛീകരിച്ചു. ആൾക്ക് വന്ന വിശപ്പും ക്ഷീണത്തെയും മാറ്റാൻ തന്റെ നിത്യമായ അവകാശത്തെ ഒരാവശ്യത്തിന്റെ, ഒരാഗ്രഹത്തിന്റെ പേരിൽ വിട്ടുകളഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർക്കും യുദ്ധത്തിന് യോഗ്യരല്ല. ഹല്ലേലൂയ. ഒന്നാം വാക്യം വായിച്ചേക്ക്.
ജെനിസിസ് 25:29. ഒരിക്കൽ യാക്കോബ് ഭയങ്കരമായിട്ട് ഒരു പായസം വെച്ചു. ഏശാവ് വെളിപ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോ ചുവന്നാൻ എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്നെനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു. തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ അടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഓർമ്മ പോട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ചെറിയ ആഗ്രഹം, ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ ഒരു ആഗ്രഹത്തിന് വേണ്ടി തന്റെ നിത്യമായ അവകാശത്തെ വിറ്റുകളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ യാക്കോബ് ഒരു നേരത്തെ ആഗ്രഹം, തന്റെ ആഗ്രഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ പായസത്തെ നിത്യമായ ഒരു ബ്ലെസ്സിംഗ് വരുന്നത് കണ്ട സമയത്ത് ആ ആഗ്രഹത്തെ ഉപേക്ഷിക്കാൻ റെഡിയായി. ഹല്ലേലൂയ. നിത്യമായതിനെ വാങ്ങിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധിയെ, നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളിയെ എങ്ങനെ നേരിടുന്നു എന്ന് ദൈവം നോക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, എന്തെങ്കിലും ഇതെന്താ എന്റെ മുമ്പിൽ പ്രശ്നം. കർത്താവ് സൂക്ഷിച്ചു നോക്കുക, നീ എങ്ങനെയാണ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രശ്നം നിന്റെ മുമ്പിൽ വരുമ്പോ നിന്റെ ഹൃദയത്തിലെ മനോഭാവം എന്താണെന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ മനോഭാവം അനുസരിച്ച് ദൈവം തീരുമാനിക്കത്തുള്ളൂ. നിന്നെ ദൈവത്തിന്റെ കാര്യം ഏൽപ്പിക്കാൻ അവൻ വിശ്വസ്തനാണോ, എന്റെ രാജ്യത്തിന് വേണ്ടി ഇവൻ കൊള്ളാവുന്നവനാണോ എന്ന് ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളിലൂടെയും ദൈവം നമ്മെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ പരീക്ഷയിൽ ജയിക്കുന്നവരെയാണ് ആത്മീക നിലവാരം, ആത്മീക റാങ്കിങ്ങിനെ ദൈവം ഉയർത്തിക്കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഓരോ സീസണിലും ഈ പരീക്ഷയുണ്ടാകും. ആ ഓരോ സീസണിലും ഈ പരീക്ഷയെ ജയിച്ചാൽ അടുത്ത നിലവാരത്തിലേക്ക് ആ വ്യക്തിയെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ആ വ്യക്തിയെ ടെറിട്ടറികൾ, ഈ പ്രദേശങ്ങളെ ദൈവം ഏൽപ്പിക്കും. അല്ലെ, നമുക്ക് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സബ് ഇൻസ്പെക്ടറെ പരിധിയാണോ ഇവിടുത്തെ കമ്മീഷണർക്ക്? അല്ലല്ലോ. ഒരു കമ്മീഷണറുടെ അധികാര പരിധി ഒരു ഡിസ്ട്രിക്ട് മുഴുവനുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഒരു സബ് ഇൻസ്പെക്ടർക്കോ ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ആത്മീയ റാങ്കിങ് കൂടിയാൽ നമ്മുടെ ദേശത്തിന്റെ പരിധിയെ ദൈവം വർദ്ധിപ്പിക്കും, നമ്മുടെ മിനിസ്ട്രിയെ ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇരുട്ടിൽ സഞ്ചരിക്കരുത്, നമ്മൾ ബുദ്ധിശൂന്യത പ്രവർത്തിക്കരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവിന്റെ പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ അധികാരത്തെയും ആ പരിധിയൊന്ന് തിരിച്ചറിയാതെ മൂവ് ചെയ്താൽ ചില സമയങ്ങളിൽ ഈ അധികാരം വർക്ക് ചെയ്യത്തില്ല. ഹല്ലേലൂയ. സാത്താൻ വാദിക്കും. കാരണം അവന് നമ്മളെക്കാൾ നിയമവും വചനവും അറിയുന്ന ആളാണ്. ഹല്ലേലൂയ. നമ്മൾ അതിന്റെ മേലെ കയറിയെങ്കിലേ അവനെ തോൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിത്യമായതിനെ, നമ്മുടെ ലക്ഷ്യത്തെ വിറ്റുകളയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മുന്നമേ എന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടെ നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. മാത്യു 6:33 വായിച്ചേ. ഒരാള് സങ്കീർത്തനം 23:6 എടുത്തേ. ഹല്ലേലൂയ. മുന്നമേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മാത്യു 6:33. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ഇതൊക്കെ എന്ന് പറയാൻ അതിന് മുമ്പിൽ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം പറയുന്നത്, നീ അതിനെ പിന്തുടരണ്ട, അത് നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയാണ് 23, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ഭൂരിഭാഗ ജനത്തെ നോക്കിയാൽ
ദൈവം ഈ പറഞ്ഞ വചനത്തിന് വിരോധമായ സഞ്ചരിക്കുന്നത്, അവരെന്ത് ചെയ്യുക? നന്മയും കരുണയുടെയും പുറകെ അവര് സഞ്ചരിക്കുക. ദൈവം പറഞ്ഞ, നീ ആദ്യം എന്റെ പുറകെ സഞ്ചരിക്കുക, എന്റെ രാജ്യത്തെ കുറിച്ചും എന്റെ നീതിയെ കുറിച്ചും നീ അന്വേഷിക്കുക. അതോടുകൂടെ നീ ഇന്ന് സമയം ചെലവിടുന്ന നന്മയും കരുണയും നിന്നെ പിന്തുടരും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യവും കർത്താവിന്റെ നീതിയെ കുറിച്ച് അന്വേഷിച്ചെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ഞാൻ അതിനെ പിന്തുടരത്തില്ല, അതെന്നെ പിന്തുടരും. ആമേൻ. ഹല്ലേലൂയ. ആത്മയുദ്ധത്തിലേക്ക് കയറുമ്പോൾ ഈ പ്രിൻസിപ്പൽ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ലക്ഷ്യം മറക്കരുത്. ലക്ഷ്യമാണ് പ്രാധാന്യം. നമ്മെ ദൈവമേൽപ്പിച്ച ദൈവിക ദൗത്യമാണ് പ്രാധാന്യം. നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങളല്ല പ്രാധാന്യം. ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരും. അതല്ല പ്രാധാന്യം. നമ്മെ വിളിച്ച ലക്ഷ്യമായിരിക്കണം പ്രാധാന്യം. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ വിളിയായിരിക്കണം നമ്മളെ പരമപ്രധാനമായി നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. ഹല്ലേലൂയ. അതിനനുസരിച്ച് എല്ലാത്തിനെയും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആ സൈനികർ ഒരു 300 പേർ വിളിച്ചതുപോലെ അവർക്ക് ദാഹമുണ്ട്, പക്ഷെ അവരെ ദൗത്യം മറക്കാതെ, അവരെ ദർശനം മറക്കാതെ അവരെ ആവശ്യം അവർ നിറവേറ്റി. ആമേൻ. അതുപോലെ ഒരു ആത്മീക ജീവിതമായിരിക്കണം നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി മാത്രമേ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ പാതി വഴിയിൽ എന്ത് ചെയ്യും? ആ വ്യക്തി പലതിന്റെയും പുറകെ പോകും, വഴി മാറിപ്പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു നിമിഷം തന്നെ ഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. റീഖാലാറബ ഷാധാറബ റീഖാലാറബ ഷാധേലിയാധരബ റീഖാലാറബ ഷാധോ റൂപമ സാധേലിയാധരബ റീഖാലാറബ ഷാധാറബല. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യാം. ഞങ്ങളുടെ ഇഷ്ടങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമായി, ദൈവത്തിന്റെ ആഗ്രഹമായി പുറത്തു വരട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമായി, ദൈവത്തിന്റെ ആഗ്രഹമായി പുറത്തു വരട്ടെ. അങ്ങയുടെ രാജ്യത്തെ കുറിച്ച്, അങ്ങയുടെ നീതിയെ അന്വേഷിപ്പാൻ, അങ്ങ് ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ ദൈവത്തിന്റെ കൃപ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവേ ഈ ജനത്തിന്റെ മേൽ അങ്ങ് പകരണമേ. ആവശ്യങ്ങളിൽ മേൽ തട്ടി നിൽക്കാതെ, ആവശ്യത്തെ മുന്നിൽ വരുമ്പോൾ ലക്ഷ്യം മറന്ന് ആവശ്യത്തിന്റെ മേൽ മുങ്ങിപ്പോകാതെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ, ലക്ഷ്യത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ജനത്തെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇവരുടെ ബുദ്ധിമുട്ടുകളിൽ, ഇവരുടെ പ്രയാസങ്ങളിൽ ഇന്നു പകൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾ ഇന്നിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി, എന്നാൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യാത്രയിൽ വന്ന് ലക്ഷ്യത്തെ വിട്ടുപോയ, ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയ ജനത്തെ ഇന്ന് പരിശുദ്ധാത്മാവേ അങ്ങ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വഴിയാത്രയിൽ നിന്നുപോയ തന്റെ ജനത്തിനെ കരം പിടിച്ച് അങ്ങയുടെ വഴിയിലേക്ക്, അങ്ങയുടെ ട്രാക്കിലേക്ക് പരിശുദ്ധാത്മാവ് പൊസിഷൻ ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ കരം ചലിച്ചു തുടങ്ങട്ടെ. അങ്ങ് വിശ്വസ്തനായ ദൈവമാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അങ്ങ് പാതി വഴിയിൽ നിർത്തുന്ന ദൈവമല്ല. ലോകാന്ത്യത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന്റെ കരം, അങ്ങയുടെ കരുണയുടെ കരം ഇന്നു പകൽ ഈ ജനത്തിനോട് ഇടപെടണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന്റെ അളവിൽ മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ഗ്രഹിച്ച നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞാൻ കേൾക്കുന്നത് എന്റെ ഹൃദയത്തിൽ ഗ്രഹിപ്പാൻ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഹല്ലേലൂയ. ആഴത്തിന്മീതെ അതുകൊണ്ട് വായിച്ചോ. ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആമേൻ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. പക്ഷെ പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ വചനത്തിന്റെ അകത്തൊരു മർമ്മമുണ്ട്. ഹല്ലേലൂയ. ദൈവം ആരംഭത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആകാശവും എന്നൊരു സിംഗുലർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ഒന്ന് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ കാണുന്നത് ഹെവൻസ്, സ്വർഗങ്ങൾ, ആകാശങ്ങൾ ഉണ്ടാക്കി എന്നാണ് വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ സ്വർഗം, നമ്മുടെ മലയാളത്തിൽ എപ്പോഴും ബൈബിൾ വായിക്കുന്ന സമയത്ത് ആ സ്വർഗം 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 എന്ന് മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ മേലെയുള്ള ഈ ആകാശം, സ്കൈ ഹെവൻ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇതില് വലിയ തലങ്ങളുണ്ട്. നമുക്കറിയാം, പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ സ്വർഗങ്ങൾ പല തലങ്ങളിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ ഹെവൻ എന്ന് പറയുന്ന ഒന്നല്ല, ഹെവൻസ് ഉണ്ട്. ഹല്ലേലൂയ. ആദിയിൽ ദൈവം എന്ത് ചെയ്തു? ആകാശങ്ങളും ഭൂമിയും ഉണ്ടാക്കി എന്ന് പറഞ്ഞേ. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യവുമായി ഇരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഭൂമി പാഴായും ശൂന്യമായി തീർത്തു എന്ന്. ഹല്ലേലൂയ. അത് പാഴും ശൂന്യമല്ലായിരുന്നു. ഏതോ ശക്തികൾ അതിനെ പാഴും ശൂന്യവും ആക്കി തീർത്തു. ഹല്ലേലൂയ. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വസിക്കുന്നത് സ്വർഗത്തിൽ ആണ്, അല്ലെ? ആണ്. പക്ഷേ നമ്മൾ അതിന്റെ കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ദൈവം നിത്യ ദൈവമാണ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് Hallelujah. 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 നമ്മുടെ ദൈവം സ്വർഗങ്ങൾ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വസിക്കുന്ന സ്ഥലം നിത്യതയിലാണ്, ഇറ്റേണിറ്റിയിലാണ്. ഹല്ലേലൂയ. അത്യുന്നതങ്ങളിലാണ് നമ്മുടെ ദൈവം വസിക്കുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് ഇറ്റേണിറ്റി, നിത്യത. ഹല്ലേലൂയ. നിത്യതയും സ്വർഗവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിത്യത എന്ന് പറയുന്ന സ്ഥലം, അവിടെ വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് നിത്യതയിൽ വസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. നിത്യനായ ദൈവം നിത്യതയിലാണ് വസിക്കുന്നത്. എന്ന് പറഞ്ഞ നിത്യനായ ദൈവം നിത്യതയിലാണ്
വസിക്കുന്നത്. നിത്യതയുടെ പ്രത്യേകത എന്താ? അവിടെ സമയമില്ല, ആരംഭവുമില്ല, അവസാനവുമില്ല. അത് ഇറ്റേണലാണ്. ഹല്ലേലൂയ. അതിങ്ങനെ അനന്തമായി സഞ്ചരിക്കുന്നത്. അവിടെ വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അത്യുന്നതങ്ങളിൽ, ഏറ്റവും ഉയരങ്ങളിൽ വസിക്കുന്നത്. അതിന്റെ താഴെയാണ് ഈ ഹെവൻസ് എന്ന് പറയുന്നത്. അതിന്റെ താഴെയാണ് കിടക്കുന്നത്. 1, 2, 3, 4 എത്രയുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ പൗലോസ് പറയുന്ന 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഹെവൻസ് ഈ നിത്യതയുടെ താഴെയായി, ദൈവം വസിക്കുന്നതിന് താഴെയായി 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഹെവൻസിനെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഹെവൻസിന്റെ താഴെയാണ് ഭൂമി കിടക്കുന്നത്. അപ്പൊ അതിന്റെ സിസ്റ്റം ഒന്ന് ഇവിടെ നമുക്ക് വരയ്ക്കാനില്ല, എങ്കിലും ഒന്ന് മനസ്സിൽ കണ്ടേ. ആദ്യം ഭൂമി, ആ ഭൂമിക്ക് മീതെ ഒരു ആകാശം, ആകാശത്തിന് മേലെ 1-ാം സ്വർഗം, പിന്നെ അതിന്റെ മേലെ 2-ാം സ്വർഗം, അതിന്റെ മേലെ 3-ാം സ്വർഗം. അതിന്റെ എത്ര സ്വർഗങ്ങളുണ്ടോ ആ സ്വർഗം കഴിഞ്ഞ് അതിന്റെ ഏറ്റവും ഉയരത്തിലാണ് നിത്യത, ഇറ്റേണിറ്റി. ആ ഇറ്റേണിറ്റിയിലാണ് ആര് വസിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന സ്ഥലം അത്യുന്നതങ്ങളിൽ നിത്യതയിലാണ് വസിക്കുന്നത്. ആമേൻ. നമുക്കറിയാം, പിശാച് വെട്ടേറ്റ് വീണു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ പിശാച്, ലൂസിഫർ, ദൈവത്തിന്റെ നിത്യതയ്ക്ക് തൊട്ടടുത്തുള്ള ഹെവനിൽ വസിച്ച ആളാണ് പിശാച്. ആർക്കേഞ്ചൽസുമാരൊക്കെ ദൈവത്തിന്റെ ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന വ്യക്തികളാണ്. ആ ഇറ്റേണിറ്റിയുടെ തൊട്ട് താഴെയായുള്ള ആ സ്വർഗീയ തലങ്ങളിലാണ് ആര് വസിക്കുന്നത്? ലൂസിഫർ, മറ്റ് പ്രധാന ദൂതന്മാരൊക്കെ വസിക്കുന്നത് ഈ സ്വർഗീയ തലത്തിലാണ്. അതിന്റെ താഴെ 2, 3 എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്വർഗങ്ങളുണ്ട്. അതിന്റെ താഴെയാണ് നമ്മൾ ഈ കാണുന്ന ആകാശമണ്ഡലം. അതിന്റെ താഴെയാണ് ഭൂമി. ആ ഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പിശാചിന്റെ ഹൃദയത്തിൽ തോന്നി, എനിക്കും ദൈവം ഇരിക്കുന്ന ഇറ്റേണിറ്റിയിലേക്ക് എനിക്കൊന്ന് കയറണം എന്ന് ആർക്ക് തോന്നി? ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒന്ന് തോന്നി. ആ തോന്നിയ സമയം തന്നെ എന്ത് ചെയ്തു? ലൂസിഫറിനെ വെട്ടി താഴെയിട്ടു. അവൻ വെട്ടേറ്റ് വീണപ്പോൾ സ്വർഗത്തിലെ എന്ന് പറഞ്ഞാൽ ആ മെയിൻ പ്രധാന സ്ഥലങ്ങളിലെ 1/3 ദൂതന്മാർ കൂടെ അവനോടുകൂടെ വെട്ടേറ്റ് വീണു. ഈ വെട്ടേറ്റ് വീണ ദൂതന്മാർ, ഈ ഫോളൻ ഏഞ്ചൽസുകൾ ഇന്ന് പല നക്ഷത്രങ്ങളിലും പല സ്വർഗങ്ങളിലുമായി വസിക്കുന്നുണ്ട്. ഭൂമിയിലേക്ക് അവർ ഇറങ്ങി ഫുൾ ആക്സസ് വന്നിട്ടില്ല, ഫുൾ വന്നിട്ടില്ല. അവരിന്ന് ഈ ആകാശമണ്ഡലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഭൂമിക്കോട് അടുത്ത് നിൽക്കുന്ന ആകാശമണ്ഡലങ്ങളിലാണ് ഈ ദുഷ്ടാത്മ സൈന്യം അല്ലെങ്കിൽ ഈ ഫോളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാർ വസിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇത് എന്തിനു വേണ്ടി പറയുന്നു? ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രാർത്ഥനയുടെ തലം മാറും. ഹല്ലേലൂയ. ഈ സത്യം എന്റെ ഉള്ളിൽ ഗ്രഹിച്ച അന്ന് മുതൽ എന്റെ പേഴ്സണൽ ലൈഫിൽ പ്രാർത്ഥന ചേഞ്ച് ആയി. ഹല്ലേലൂയ. നമ്മൾ വർഷങ്ങൾ വന്ന് ഇടിച്ചിട്ടും കിട്ടാത്ത സാധനം ഈ വെളിപ്പാട് കയറിയാൽ ലഭിക്കും. ഹല്ലേലൂയ. ദുഷ്ടാത്മ സൈന്യം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും ഇന്ന് പൈശാചിക ശക്തിയിൽ ഇരിക്കുന്നത് ദൈവത്തിനോടൊപ്പം ആക്സസ് ചെയ്യുന്ന ആ സ്വർഗീയ തലത്തിലല്ല, ഈ ഏറ്റവും താഴ്ന്ന സ്വർഗീയ തലത്തിൽ ഈ ആകാശമണ്ഡലങ്ങളിലാണ് ഈ ദുഷ്ടാത്മ സൈന്യം ഇന്ന് വസിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ അവൻ ആക്സസ് ചെയ്യുന്നത് ഏതെങ്കിലും മനുഷ്യനിലൂടെയോ മറ്റെന്തെങ്കിലും ആക്സസിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഭൂമിയിലേക്ക് അവൻ ഇന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും പെർമിഷൻ കൊടുത്താൽ അവൻ നമ്മളിലൂടെ എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ അവന്റെ പ്രവൃത്തി ചെയ്യും. അവനൊരു ലീഗൽ റൈറ്റ്സ് വേണം. അവനൊരു ശരീരം ഉണ്ടെങ്കിലേ അവന് ഭൂമിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിനും ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് നമ്മളിവിടെ വരാൻ കാരണം ദൈവത്തിന് വസിപ്പാൻ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ നമ്മുടെ ശരീരത്തെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. ഈ
വെട്ടേറ്റ് വീണ ദൂതന്മാർ ഇന്ന് ആകാശ മണ്ഡലങ്ങളിൽ അവരെ കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരവിടെ നിന്നുകൊണ്ട് ഈ ഭൂമിയിലെ പല ഭരണങ്ങളും നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചല്ലോ, ഭൂമി പാഴും ശൂന്യവുമാക്കി തീർത്തു. ഹല്ലേലൂയ. ഇത് ദൈവം പാർപ്പിനായി, ദൂതന്മാരുടെ പാർപ്പിനായി സൃഷ്ടിച്ച ഈ ഭൂമിയെ ഈ വീണുപോയ ദൂതന്മാർ നശിപ്പിച്ചു, അതിനെ ഇരുട്ടാക്കി. അവിടെ അതിന് നന്മയ്ക്ക് വേണ്ടി വെച്ചതെല്ലാം അവർ തിരിച്ചു. എല്ലാ സൃഷ്ടികളെയും ഇത് കറപ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ കൊണ്ടും വിലയേറിയത് കൊണ്ടും ദൂതനെ സൃഷ്ടിച്ചപ്പോൾ വെറും മണ്ണ് കൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഈ പൈശാചിക ശക്തികളെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ ഉള്ളവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏതുമില്ലാത്ത നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. മണ്ണ് കൊണ്ടുള്ളവനെ ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ അകത്ത് നമ്മൾ കർത്താവിനോട് ചേർന്നപ്പോൾ, കർത്താവിന്റെ രക്ഷ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി, നമ്മുടെ ആത്മാവിനെ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ഉയർക്കപ്പെട്ട് ഇന്ന് പുത്രൻ എവിടെയായിരിക്കുന്നത്? ഇറ്റേണിറ്റിയിൽ അത്യുന്നതങ്ങളിൽ പിതാവിന്റെ വലതുഭാഗത്താണ് ഇന്ന് യേശു കർത്താവ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ യേശു കർത്താവ് ഇരിക്കുന്ന ഇറ്റേണിറ്റിയിൽ, നിത്യതയിൽ വീണ്ടും ജനിക്കപ്പെട്ട നമ്മെയും ദൈവം ഇന്ന് കൊണ്ടിരുത്തിയിരിക്കുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഇപ്പൊ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ക്രിസ്തുവിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ പൊസിഷൻ എവിടെയാ? അവന്റെ സ്ഥാനം എവിടെയാ? അത്യുന്നതങ്ങളിൽ, ആർക്കും കടക്കാൻ കഴിയാത്ത. ദൂതനൊന്ന്, ലൂസിഫർ ഒന്ന് ആഗ്രഹിച്ചേ ഉള്ളൂ, ഹൃദയത്തിലൊന്ന് ചിന്തിച്ചേ ഉള്ളൂ, നിത്യനിറ്റിയിലേക്ക് ഒന്ന് കടക്കാൻ ചിന്തിച്ചേ ഉള്ളൂ. അവനെ വെട്ടി താഴെയിട്ടു. പക്ഷേ മണ്ണുകൊണ്ട് ഉള്ള നമ്മെ ദൈവം ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ച് തന്റെ രക്തത്താൽ നമ്മളെ വിലക്കി വാങ്ങി നമ്മുടെ ആത്മാവിനെ പുത്രൻ എന്ന പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ അതേ സ്ഥലത്ത് നമ്മയും ദൈവം കൊണ്ട് ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സ്പിരിച്വൽ റാങ്കിങ് എന്ന് പറയുന്നത് എല്ലാ ഹെവൻസിന്റെയും മേലെയാണ്, എല്ലാ സ്വർഗങ്ങളുടെയും മേലെയാണ് ദൈവം നമ്മെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ കഴിവോ ബാങ്ക് ബാലൻസോ കളറോ ഒന്നും പ്രശ്നമല്ല. നീ ക്രിസ്തുവിലാണോ? നിന്നെ ദൈവം കൊണ്ടിരുത്തിയിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള ആ കൗൺസിൽ, ആ ഫെലോഷിപ്പിൽ, ആ കൂട്ടായ്മയിൽ നമ്മെയും ദൈവം കൊണ്ടിരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിച്ചേ, 3 വാക്യം വായിച്ചേ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ക്ഷണിപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ എവിടെയാണ് നമ്മൾ ഇരുത്തിയിരിക്കുന്നത്? ഉയരത്തിൽ ക്രിസ്തുവിനോടുകൂടെ ദൈവ നിത്യതയിൽ ദൈവം നമ്മെ കൊണ്ടിരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉയരത്തിലുള്ള തന്നെ നിങ്ങൾ അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. അപ്പൊ നമ്മുടെ ജീവൻ ഇന്ന് ക്രിസ്തുവിൽ ദൈവരാജ്യത്തിൽ നിറ്റേണിറ്റിയിൽ മറഞ്ഞിരിക്കുക. ഇതാണ് സ്പിരിച്വൽ ട്രൂത്ത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് ഇറ്റേണിറ്റിയുടെ, നിത്യതയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നിത്യതയുടെ ഒരു പ്രതിനിധിയാക്കി ഈ ഭൂമിയിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യതയുടെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് പല രാജ്യങ്ങളുടെ അംബാസഡേഴ്സ് ഉണ്ട്.
UAE-യുടേതുണ്ട്, സൗദി അറേബ്യയുടെ, എല്ലാ രാജ്യങ്ങളുടെയും ഒരു അംബാസഡർ ഇന്ത്യയിലുണ്ട്. ഈ ഒരു അംബാസഡറിന് ശമ്പളം കൊടുക്കുന്നതും ഈ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് രാജ്യത്തിന്റെ പ്രതിനിധിയാണോ ആ രാജ്യം ആ വ്യക്തിക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നത്. ഏതെങ്കിലും വ്യക്തി ഈ അംബാസഡറെ ഒന്ന് തൊട്ടാൽ ആ വ്യക്തിയെ തൊടുന്നത് പോലെയല്ല, ആ രാജ്യത്തെയാണ് തൊടുന്നത്. കാരണം ആ വ്യക്തി ആ രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഒരു അംബാസഡർ ദുബായ് UAE-യിലേക്ക് അയച്ചാൽ ഇന്ത്യൻ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് UAE ആ വ്യക്തി വർക്ക് ചെയ്യുന്നത്. ആരെങ്കിലും അവിടെ വെച്ച് ആ വ്യക്തിയെ ആക്രമിച്ചാൽ ഇന്ത്യയെ ആക്രമിച്ചതിന് തുല്യമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് ഒരു ഡിപ്ലോമാറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നിയോഗിക്കപ്പെട്ട അംബാസിഡർമാരും ഡിപ്ലോമാറ്റ്സ് ഒക്കെ ഒരു രാജ്യത്ത് വേറൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ലഗേജോ അവരെ ചെക്ക് ചെയ്യാനൊന്നും പാടില്ല. ഒരു രാജ്യം എന്ത് ചെയ്യത്തില്ല, അവരെ ചെക്ക് ചെയ്യും. നമുക്കറിയാം, പല സ്റ്റോറികൾ നമുക്കറിയാലോ. ആ രാജ്യം ചെക്ക് ചെയ്യത്തില്ല, അവരെ ചെക്ക് ചെയ്യാൻ പാടില്ല. കാരണം അവർ രാജ്യത്തിന്റെ പ്രതിനിധിയാണ്, അവരെ ചെക്ക് ചെയ്യാൻ പാടില്ല. ഇന്ന് ഓർത്ത് നോക്കിയേ, അത്യുന്നതനായ ദൈവത്തിന്റെ എല്ലാ രാജ്യങ്ങളെയും എല്ലാ ഹെവൻസിനെയും മുകളിലിരിക്കുന്ന ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് നമ്മെ കൊണ്ടിരുത്തി ആ നിത്യ രാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ സ്ഥാനപതികളായി അംബാസഡർമാരാക്കി ഇന്ന് ഈ ഭൂമിയിൽ ഇതായി പേരാമ്പ്രയിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ആരെ പ്രോപ്പർട്ടിയാണ്, നമ്മൾ ആരെ സ്വത്താണ്? ദൈവത്തിന്റെ സ്വത്താണ്. ഹല്ലേലൂയ. നമ്മുടെ നന്മകൾ വരുന്ന എവിടുന്നാണ്? നിങ്ങൾ ജീവിക്കരുത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആകുലപ്പെട്ട് ജീവിക്കരുത്. മുന്നമേ എന്റെ രാജ്യവും എന്റെ നീതിയും നിങ്ങൾ അന്വേഷിച്ചോ, അതോടുകൂടെ സ്വർഗീയമായതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ സ്ഥാനപതികളാണ്, അംബാസഡർമാരാണ്. ഹല്ലേലൂയ. നമ്മൾ വളരെ വിലയേറിയവരാണ്. ഹല്ലേലൂയ. സാത്താന്യ ലോകം, ഇന്നലെ ദേവദാസൻ പറഞ്ഞല്ലോ, നമ്മൾ സാത്താനെ പേടിച്ചാണ് നമ്മൾ പലതും ചെയ്യുന്നത്. പക്ഷേ സത്യത്തിൽ സാത്താൻ നമ്മളെ പേടിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തി ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് ഒരു ദേശത്തേക്ക് കടന്നാൽ ആ ദേശത്തിലെ സകല ദുരാത്മാക്കളും ആ വ്യക്തിയുടെ കാൽക്കീഴിലാകും. ഹല്ലേലൂയ. കാരണം ഈ വ്യക്തി ആരെ പ്രതിനിധിയാണ്? അത്യുന്നതനായ ദൈവത്തിന്റെ നിത്യരാജ്യത്തിന്റെ പ്രതിനിധിയാണ് ഈ ഭൂമിയിൽ ആ വ്യക്തിത്വം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ആ നിത്യനായ നിത്യദൈവത്തിന്റെ നിത്യരാജ്യത്തിന്റെ സ്ഥാനപതികളാണ് ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ. ഹല്ലേലൂയ. നമുക്ക് വലിയ അധികാരം ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ വലിയ ദൈവശക്തി ദൈവം നിയോഗിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതറിയാതെ വണ്ണം നമ്മുടെ കണ്ണിനെ കെട്ടി ഇരുട്ടിൽ നിർത്തുന്നതാണ് അവന്റെ ജയം. ഹല്ലേലൂയ. അതാണ് ഇന്നലെ ദേവദാസൻ പറഞ്ഞത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഹല്ലേലൂയ. അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുട്ടാക്കി നിർത്തുന്നതാണ് പിശാചിന്റെ തന്ത്രം. നീ സത്യം ഒരിക്കലും അറിയരുത്. നീ ഒരു സാധാരണ മനുഷ്യനായി നീ ഇവിടെ ജീവിക്കണം. സാധാരണ മനുഷ്യനെ പോലെ നീ ജോലി ചെയ്യണം. സാധാരണ മനുഷ്യനെ പോലെ നീ ടെൻഷൻ അടിക്കണം. സാധാരണ മനുഷ്യനെ പോലെ നീ എല്ലാവരുടെ അടിമയായി ജീവിക്കണം. ഇതാണ് സാത്താന്റെ ലക്ഷ്യം. എന്നാൽ ഈ സത്യത്തെ നീ അറിഞ്ഞ അവന്റെ രാജ്യത്വം അവിടെ നിന്ന് മൂവ് ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഉറക്കണം, ഞാൻ ഇരിക്കുന്നത് ഈ ലോകത്തിലാണെങ്കിലും എന്റെ ആത്മാവ് ഇരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തോട് കൂടെയാണ്. ഹല്ലേലൂയ. ആർക്കും തൊടുവാൻ കഴിയാത്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ദൈവരാജ്യത്തിലാണ് ഞാൻ ഇന്ന് വസിക്കുന്നത്. നിത്യതയിലാണ് ഞാൻ ഇന്ന് വസിക്കുന്നത്. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തത് നിത്യജീവനാണ്. ഹല്ലേലൂയ. നിത്യജീവൻ ഇരിക്കുന്നത് നിത്യതയിലാണ്, ഇറ്റേണിറ്റിയിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. ആ നിത്യജീവനെയാണ് യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇന്നേ നമ്മൾ ജീവിക്കേണ്ടത് നിത്യജീവനിലും നിത്യതയിലും ദൈവത്തോട് കൂടെയായിരിക്കണം. ഈ ഭൂമി നമ്മുടെ പ്രവർത്തിക്കേണ്ട സ്ഥലം മാത്രമാണ്. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ ജീവിക്കേണ്ടത്
ഈ ഭൂമിയിലായിരിക്കരുത്. നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തോടുകൂടെ, അത്യുന്നതനായ ദൈവത്തോടുകൂടെ നിത്യരാജ്യത്തിൽ, നിത്യതയിൽ ദൈവത്തോടൊപ്പം ജീവിച്ച് ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇവിടെ ജീവിക്കാൻ പോയാൽ അതോടുകൂടി അവന്റെ എല്ലാ പ്രത്യാശയും തീരും. ഹല്ലേലൂയ. ഈ ഭൂമി നമ്മുടെ ഒരു പ്രവർത്തന സ്ഥലമാണ്. ആലോചിച്ച് നോക്കിയേ, ഒരു ഇന്ത്യയുടെ അംബാസഡർ UAE അല്ലെങ്കിൽ ഒരു സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ശമ്പളവും ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഇന്ത്യ രാജ്യമായിരിക്കും. ഹല്ലേലൂയ. ആ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം ഈ വ്യക്തിയെ ബാധിക്കത്തില്ല. സൗദി അറേബ്യയിൽ സാമ്പത്തിക മാന്ദ്യം വന്നാൽ ഈ വ്യക്തിയുടെ ശമ്പളം കുറയ്ക്കോ? എന്തുകൊണ്ടാ കുറയ്ക്കാത്തത്? ഈ വ്യക്തിക്ക് ശമ്പളം കൊടുക്കുന്നത് സൗദി അറേബ്യയല്ല, ഈ വ്യക്തിക്ക് ശമ്പളം കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ബാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഏത് രാജ്യത്തിന്റെ ആളാണ്? ദൈവരാജ്യത്തിൻ്റെതാണെങ്കിൽ, നമുക്ക് നന്മ തരുന്നത് അത്യുന്നതനായ ദൈവമാണെങ്കിൽ, നമ്മുടെ ദൈവം പാപ്പരായ ഗവൺമെന്റ് ആണോ? ഒരിക്കലുമല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവസമ്പന്നനാണ്. നമ്മുടെ ദൈവത്തിന് ഒന്നിനും മുട്ടില്ല. ഹല്ലേലൂയ. ആ ദൈവരാജ്യമാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ സാമ്പത്തിക മാന്ദ്യം വന്നാലും എന്തൊക്കെ വിഷയം വന്നാലും നമ്മളെ അത് ബാധിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മളെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. ഈ ബോധ്യം നമുക്ക് വേണം. പക്ഷെ ഈ ബോധ്യമില്ല എങ്കിൽ പിശാച് ശരിക്കും നമ്മളെ കറങ്ങും. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയേ, ഈ ശത്രു രാജ്യത്ത് വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, നമ്മളിത് ശത്രു രാജ്യമാണ്, ഈ ലോകം എന്ന് പറയുന്നത് ശത്രു രാജ്യമാണ്. അവിടെ ഞാൻ എവിടുന്ന് വന്നു, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ നിൽക്കുന്നവനെ ആ ശത്രുവിന്റെ കയ്യിൽ കിട്ടി അവൻ വെറുതെ വിടുവോ? വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്ന് ദൈവത്തോടുകൂടെ നിത്യതയിൽ അത്യുന്നതങ്ങളിലാണ് ഇരിക്കുന്നത്. അതിന്റെ താഴെ ഒത്തിരി ഹെവൻസുകളുണ്ട്, സ്വർഗീയ തലങ്ങളുണ്ട്, ആകാശമണ്ഡലമുണ്ട്. അതിന്റെ താഴെയാണ് ഭൂമി ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഭൂമിയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്വർഗീയ തലങ്ങളെല്ലാം, ഒന്നാം സ്വർഗം, ആകാശമണ്ഡലം, ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം, ഇനി എത്ര സ്വർഗങ്ങളുണ്ടോ ആ സ്വർഗങ്ങളെല്ലാം താണ്ടി നിത്യതയിൽ ദൈവത്തിന്റെ സെനറ്റിൽ ആ വിഷയം വന്ന് അവിടെ നിന്ന് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ഈ സ്വർഗങ്ങളെല്ലാം താണ്ടി 1, 2, 3 സ്വർഗം താഴെ താണ്ടി ഈ ആകാശമണ്ഡലം താണ്ടി ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഉദാഹരണം പറയാം. നമുക്ക് ദൈവവചനത്തിൽ അറിയാം, ദാനിയേൽ ദൈവവചനത്തിൽ ഒരു വിഷയം കണ്ട് പാർസി രാജ്യം, അല്ലെ, ഇന്നത്തെ ഇറാഖ് എന്ന് പറഞ്ഞാൽ പേർഷ്യ, ഈ പേർഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് ഈ വ്യക്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ഈ വ്യക്തിയുടെ പ്രാർത്ഥന ആകാശമണ്ഡലം താണ്ടി, ഒന്നാം സ്വർഗം താണ്ടി, രണ്ടാം സ്വർഗം താണ്ടി, മൂന്നാം സ്വർഗം താണ്ടി അത്യുന്നതനായ ദൈവത്തിന്റെ ചെവിയിലേക്ക് എന്ത് ചെയ്തു? ഈ ദാനിയേലിന്റെ പ്രാർത്ഥന ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ആ പ്രാർത്ഥന അവിടെ എത്തി. ആ സമയം തന്നെ, അന്ന് തന്നെ ദൈവം ഗബ്രിയേൽ ദൂതനെ ഈ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് എന്ത് ചെയ്തു? തിരിച്ചുവിട്ടു. നോക്കണം, ആ മേലോട്ട് കയറി അവിടുന്ന് എന്ത് ചെയ്യുക? ഉത്തരവുമായി ഈ സ്വർഗീയ തലങ്ങളൊക്കെ താണ്ടി 3, 2, 1 എത്രയുണ്ടെങ്കിലും ആ സ്വർഗീയ തലങ്ങളൊക്കെ താണ്ടി എവിടെയാ ദാനിയേൽ ഇരിക്കുന്നത്? പാർസി രാജ്യത്ത്. ആ പാർസി രാജ്യത്തിന്റെ ആകാശമണ്ഡലത്തിൽ ആരെത്തി? ഈ ദൂതനെത്തി. ഗബ്രിയേൽ ദൂതൻ ഈ പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് അന്ന് ദാനിയേൽ താമസിച്ച പാർസി രാജ്യത്തിന്റെ ആകാശമണ്ഡലത്തിലെത്തി. ആകാശമണ്ഡലത്തിലെത്തിയപ്പോൾ ദൈവത്തിന്റെ വചനം പറയാണ്, പാർസി രാജ്യത്തിന്റെ പ്രഭു ഈ ഗബ്രിയേൽ ദൂതനെ ആകാശമണ്ഡലങ്ങളിൽ തടഞ്ഞു നിർത്തി.
ഒന്ന് കരങ്ങൾ അടിച്ചോണ്ട് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം വരുന്ന രീതിയാണ്. ഹല്ലേലൂയ. ഇതറിയാതെ നമ്മൾ പൊട്ടനെ പോലെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ എവിടെയെങ്കിലും എത്തിയെന്നിരിക്കാം. പക്ഷെ നമ്മൾ ഇത് അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കറക്റ്റ് ആയിരിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ദാനിയേലിന്റെ പ്രാർത്ഥന ആരംഭിച്ച ആദ്യ നാളിൽ പ്രാർത്ഥന എല്ലാ സ്വർഗങ്ങളും താണ്ടി സ്വർഗത്തിലെത്തി. അവിടുന്ന് അന്ന് തന്നെ ഉത്തരവുമായി ദൈവം ഗബ്രിയേൽ ദൂതനെ ഈ ആകാശമണ്ഡലങ്ങൾ താണ്ടി, ഹല്ലേലൂയ, ഈ ദാനിയേൽ ഇരിക്കുന്ന പാർസി രാജ്യത്തിന്റെ ഏറ്റവും താഴെയുള്ള ആകാശമണ്ഡലത്തിലെത്തി. അവിടെ എത്തിയ സമയത്ത് ദാനിയേൽ അന്ന് എവിടെ അടിമയായിരുന്നോ ആ അടിമത്തത്തിൽ കിടന്ന രാജ്യത്തിന്റെ ആകാശ മണ്ഡലത്തെ ഭരിച്ചുകൊണ്ടിരുന്ന, അന്ന് പേർഷ്യയെ ഭരിക്കുന്ന രാജാവ് ഭൂമിയിലുണ്ട്. അവിടുത്തെ രാജ സിസ്റ്റം, അവിടുത്തെ ഭരണ സംവിധാനം ഭൂമിയിലുണ്ട്. പക്ഷെ അവിടുത്തെ ആത്മമണ്ഡലത്തെ ഭരിക്കുന്ന പാർസി രാജ്യത്തിന്റെ പ്രഭു, സ്പിരിച്വൽ പ്രഭു, ആത്മീക മണ്ഡലത്തെ ഭരിക്കുന്ന ആ രാജ്യത്തിന്റെ മേലെയുള്ള സ്പിരിച്വൽ പ്രഭു എന്ത് ചെയ്തു? ഈ ദൈവത്തിന്റെ അതിശക്തനായ ദൂതനെ 21 ദിവസം ആകാശമണ്ഡലത്തിൽ തടഞ്ഞു നിർത്തി. ഹല്ലേലൂയ, തടഞ്ഞു നിർത്തി. പക്ഷേ ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ദാനിയേലിനെ ദൈവം തെരഞ്ഞെടുത്തവനായിരുന്നു. ദാനിയേൽ പ്രാർത്ഥനയുടെ വീരനായതുകൊണ്ട് ദാനിയേൽ 1-ാം ദിവസം പ്രാർത്ഥന വരാത്തതുകൊണ്ട് ഉപവാസം നിർത്തിയില്ല. 2-ാം ദിവസം നിർത്തിയില്ല. 3-ാം ദിവസവും നിർത്തിയില്ല. 4-ാം ദിവസവും നിർത്തിയില്ല. ദാനിയേൽ തുടരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 21-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസം എന്ത് ചെയ്തു? ഈ യുദ്ധത്തിൽ ഗബ്രിയേൽ ദൂതനെ അവിടെ പിടിച്ചു നിർത്തി. പക്ഷെ ദൈവം വീണ്ടും ഒരു ദൂതനെ അയച്ചു, മിഖായേൽ ദൂതനെ അയച്ച് ഈ മെസ്സേജുമായി ദാനിയേൽ ഇരുന്ന സ്ഥലത്തേക്ക് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അന്ന് ആദ്യമായി പറയുന്നത്, നീ പ്രാർത്ഥിച്ച പ്രിയ പുരുഷനായ ദാനിയേലെ, നീ പ്രാർത്ഥിച്ച ആദ്യ നാളിൽ തന്നെ എന്റെ ദൈവം നിനക്കുള്ള സന്ദേശവുമായി, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരവുമായി എന്നെ അയച്ചു. പക്ഷെ നീ ഇരിക്കുന്ന ഈ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നെ ആകാശമണ്ഡലത്തിൽ തടഞ്ഞു നിർത്തി. മിഖായേൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഞാനിതാ നിന്നോടുള്ള ദൂത്, നിന്നോടുള്ള പ്രാർത്ഥനയുടെ ഉത്തരം അറിയിച്ച് ഞാൻ തിരിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. അപ്പം ഒരു വ്യക്തി കതകടച്ച് റൂമിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗീയ മണ്ഡലങ്ങളിൽ വലിയ യുദ്ധം നടക്കുകയാണ്. ഹല്ലേലൂയ. ആ ദാനിയേൽ ഈ യുദ്ധത്തെ പറ്റി ഒന്നും അറിഞ്ഞില്ല. ദാനിയേൽ ഈ സിസ്റ്റത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. ദാനിയേൽ എന്ത് ചെയ്തു? ആ വ്യക്തി കമ്മിറ്റഡ് ആയിട്ട് വളരെ വിശ്വസ്തയോടുകൂടി ആ 21 ദിവസവും പ്രാർത്ഥനയിൽ എന്ത് ചെയ്തു? മടുത്തു പോകാതെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ ആലോചിച്ചൊക്കെ, ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 10 ദിവസം, 2 ആഴ്ച കഴിഞ്ഞും ഉത്തരം വന്നില്ല എങ്കിൽ അല്ലെ നമ്മള് എന്ത് ചെയ്യും? ഫാസ്റ്റിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യും. നമ്മള് കുഴിമന്തിയൊക്കെ അടിച്ചു കിടക്കും. എന്ത് ചെയ്തില്ല? ഈ ഉത്തരം വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ദാനിയേൽ വിശ്വസ്തനായി 21 ദിവസവും ഈ വിഷയത്തിന് വേണ്ടി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ആകാശമണ്ഡലങ്ങളിൽ വലിയ യുദ്ധം നടക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വന്നു നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ നമ്മളിടത്തേക്ക് വരാത്തത് ചില പ്രാർത്ഥനകളെ പൂർത്തീകരിച്ചിട്ടില്ല. ചില പ്രാർത്ഥനകളിൽ നമ്മൾ മടുത്തുപോയി. ചില പ്രാർത്ഥനകൾ പാതി വഴിയിൽ വെച്ച് നമ്മൾ നിർത്തിക്കളഞ്ഞു. പല പ്രാർത്ഥനകളും നമ്മൾ എന്ത് ചെയ്തില്ല, അതിന്റെ ഗൗരവത്തോടെ എടുക്കാത്തത് കൊണ്ട് പലതും ആകാശമണ്ഡലങ്ങളിൽ തടയപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഒരു സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. യുദ്ധസമാനമായ പ്രാർത്ഥനയിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ആ പ്രാർത്ഥനയിൽ ഈ രാജ്യത്തിന്റെ, നമ്മൾ ഇന്നിരിക്കുന്ന പേരാമ്പ്രയാണ്, അല്ലെങ്കിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ്. ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന്റെ ആകാശ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ഒരു ദുഷ്ടാത്മ സൈന്യമുണ്ട്. ഈ സൈന്യത്തെ വെട്ടേറ്റ് താഴെ വീഴ്ത്താതെ നമുക്ക് ഈ ദേശത്തെ ഒരു ജനത്തെ വിടുവിച്ചെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്തെ ജനം വിടുവിക്കപ്പെടണമെങ്കിൽ
പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, യുദ്ധ സമാനമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കാതെ ഈ ദേശത്തെ ഭരിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളെ താഴെ ഇറക്കാതെ ഈ കൺവെൻഷനിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പുതിയ ഒരു നിലവാരത്തിലേക്കുള്ള ഒരു പ്രാർത്ഥന ജീവിതം നമ്മളിൽ നിന്ന് ഉയരണം. ഹല്ലേലൂയ. ഒരു ദേശത്ത് ഉണർവുണ്ടാകുന്നത് സഭയ്ക്ക് ഉണർവുണ്ടാകുമ്പോൾ മാത്രമല്ല, വ്യക്തിപരമായി നമുക്ക് ഉണർവുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഉണർവ് ദേശത്ത് വ്യാപരിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. വ്യക്തിപരമായി നിന്റെ പ്രാർത്ഥന ചെയ്യുമെന്ന് ഓർത്തോ ഒരു ഉണർവ് സംഭവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായി ആത്മീയമായി നമ്മൾ അഡ്വാൻസ് ചെയ്യപ്പെടുമ്പോൾ, വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ നമ്മളിൽ ഒരു ഉണർവ് ആരംഭിക്കുക. ആ ഉണർവ് നമ്മുടെ കുടുംബത്തിനകത്തേക്ക് ആദ്യം പകരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് അത് പടരാൻ തുടങ്ങും. നമ്മളെ തൊടുന്ന സകല മേഖലകളിലും ഈ ഉണർവ് അടിക്കാൻ തുടങ്ങും. അങ്ങനെ ഉണർവ് വ്യാപിച്ചാൽ അത് ദൈവസഭയിലേക്ക് അത് വ്യാപിക്കാൻ തുടങ്ങും. ദൈവസഭ ഉണർവ് പ്രാപിച്ചോ ആ ദേശം വിടിവിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇത്രയും വർഷമായിട്ടും ഹല്ലേലൂയ പല പ്രാവശ്യം പലതും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ പലപ്പോഴും നടന്നിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ സമയം മുതൽ നമ്മുടെ ദേശത്തിൽ വലിയൊരു ഉണർവിനെ ദൈവം അയക്കും. ഹല്ലേലൂയ. വിവിധ സ്ഥലങ്ങളിലായി ഹല്ലേലൂയ ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരെയും ഹല്ലേലൂയ ദൈവത്തോട് സ്നേഹമുള്ള ദൈവമക്കളെയും ഈ 3 ദിവസം നമ്മെ പരിശുദ്ധാത്മാവിടെ കൂട്ടി നിർത്തിയത് വെറുതെയല്ല. ചിലത് പരിശുദ്ധാത്മാവിനെ ഈ ദേശത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ചില പുതിയത് ദൈവം നമ്മളിലേക്ക് പകരേണ്ടതിനാണ് ഈ 3 ദിവസം ദൈവം നമ്മളെ കൂട്ടി നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ നിലവാരത്തെ ചേഞ്ച് ചെയ്യണം. ഹല്ലേലൂയ. യുദ്ധ സമാനമായ പ്രാർത്ഥന നമ്മൾ ഉയരണം. ഒരു വാക്യം കൂടി വായിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫീസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം 11 മുതൽ വായിച്ചേ. 11 മുതൽ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയാണ് നമുക്ക് യുദ്ധം ഉള്ളത് ജഡരക്തത്തോടല്ല, ഒരു വ്യക്തിയോടല്ല, ഇവിടുത്തെ ഒരു മതത്തോടല്ല, ഇവിടുത്തെ ഒരു സിസ്റ്റത്തോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഒന്നുകൂടി വായിക്കാം. നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഹല്ലേലൂയ. ഇപ്പൊ നമുക്കൊരു യുദ്ധമുള്ളത് ഈ സ്പിരിറ്റ് വേൾഡിനോടാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യനോട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകരുത്. ഇവിടെ സുവിശേഷത്തെ എതിർക്കുന്ന വ്യക്തിയോട് യുദ്ധം ചെയ്യാൻ പോകരുത്. ഇവിടുത്തെ ഒരു മതത്തെയും നമ്മൾ എതിർക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെയും നമ്മൾ മതപരിവർത്തനം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയെയും മതം മാറ്റിയതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഒരു വ്യക്തി പുറത്തൊരു മാറ്റം സംഭവിച്ചുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. സംഭവിക്കേണ്ട മാറ്റം ഹൃദയത്തിനകത്താണ്. സംഭവിക്കേണ്ട പരിവർത്തനം ഹൃദയത്തിനകത്താണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ഹൃദയത്തെ പിടിക്കണമെങ്കിൽ ആ മേഖലയുള്ള ആത്മമണ്ഡലം മാറിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തി പാപത്തിലും അടിമത്തത്തിൽ നിർത്തിയിരിക്കുന്നത് ഈ റൂളിംഗ് ഫോഴ്സ് ആണ്. ഈ ദുഷ്ടാത്മ സൈന്യങ്ങളാണ് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ദേശത്തെ പാപത്തിന്റെ കീഴിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മളിപ്പോ ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് പോയാൽ ഓരോ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരുടെ സ്വഭാവം എടുത്തു നോക്കിയേ.
ഒരു ഡിസ്ട്രിക്റ്റിലുള്ള സ്വഭാവം, ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സ്വഭാവമായിരിക്കും ആ ദേശത്തുള്ള ജനത്തിന്, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇപ്പൊ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് എടുത്താൽ ആ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരുടെ സ്വഭാവം ഒരു രീതിയാണ്. കൊല്ലം പോയി കഴിഞ്ഞാൽ കൊല്ലത്തുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവം വേറെയാണ്. എന്തുകൊണ്ടാ? ആ ദേശത്തെ ഭരിക്കുന്ന ശക്തിയുടെ ഒരു സ്വഭാവം അവിടുത്തെ ജനത്തിനുണ്ടാകും. അതറിയാതെ വരുന്നതാണ്. ഇന്ന് നമ്മൾ ഈ ദേശത്ത് വസിക്കുമ്പോൾ ഈ ദേശത്തെ റൂൾ ചെയ്യുന്ന ഫോഴ്സിന്റെ സ്വഭാവം ഇവിടെ വസിക്കുന്ന ജനത്തിന്റെ മേലുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ദൈവത്തിൽ നമ്മൾ വസിക്കുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ, ദൈവരാജ്യത്തിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഈ ദേശത്താണ് വസിക്കുന്നതെങ്കിൽ ഈ ദേശത്തിന്റെ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ ജനത്തെ വിടുവിച്ചെടുക്കണമെങ്കിൽ ഈ ദേശത്തിന്റെ ഡാർക്ക് ഫോഴ്സിനെ നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. ഈ ജയം ദൈവം തന്നിരിക്കുക. പക്ഷെ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. ദാനിയേൽ റൂമിലിരുന്നു വിശ്വസ്തയോടെ മടുത്തു പോകാതെ ഒരു വിഷയത്തെ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ചു. 21 days പ്രാർത്ഥിച്ചു. അതാണ് ആ വ്യക്തിക്ക് വെച്ച പ്രവൃത്തി. പക്ഷെ ആ പ്രവൃത്തി വിശ്വസ്തയോടെ ചെയ്തപ്പോൾ എല്ലാ സ്വർഗീയ മണ്ഡലങ്ങളെയും തകർത്തുകൊണ്ട്, ആ ദേശത്തിന്റെ അധിപതികളെ തകർത്തുകൊണ്ട്, ആ ദേശത്തെയും ജനത്തെയും വിടിവിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങനെ വിശ്വസ്തയോടെ ലക്ഷ്യം മറക്കാതെ യുദ്ധം ചെയ്യുന്ന ആത്മീക പോരാളികളെയാണ് പരിശുദ്ധാത്മാവ് ഈ അന്ത്യനാളുകളിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, നമ്മുടെ മുമ്പിൽ പല ആവശ്യങ്ങളുണ്ടാകാം. പക്ഷെ ആവശ്യത്തിന്റെയും പ്രശ്നത്തിന്റെയും മുമ്പിൽ അടിയറവ് വെക്കാതെ എന്നെ വിളിച്ച ലക്ഷ്യത്തെ, ആ ലക്ഷ്യത്തെ മുൻകണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് കൂടെ നിന്ന് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു സൈന്യത്തെയാണ് ഈ അന്ത്യകാലത്തിൽ പരിശുദ്ധാത്മാവ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. വെറും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിനടുത്തേക്ക് പോകുന്നവരെ കുറിച്ച് ദൈവത്തിന് വിഷമമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിവർത്തിച്ചു തരും. പക്ഷെ ഈ ഭൂമിയിൽ ദൈവം നിർത്തിയതിന് മറ്റ് പദ്ധതികളുണ്ട്. അതാണ് ദൈവത്തിന്റെ ഹൃദയം നമ്മോട് അറിയിക്കാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളിലൂടെ ഈ ദേശത്തൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്തെടുക്കാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒന്ന് ലൈവ് ഉണ്ടപ്പോ ഒന്ന് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഹല്ലേലൂയ.